ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിപ്പിംഗ് പൗഡർ ഉപയോഗിച്ച് എങ്ങനെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുക്കുന്ന പാത്രം അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡൊക്കെ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ബീറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ചൂടാണ്, നമ്മുടെ സ്ഥലത്ത് ഭയങ്കര ചൂടാണെങ്കിൽ അടിയിലൊരു പാത്രത്തിൽ കുറച്ച് ഐസെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ നമ്മൾ ബീറ്റ് ചെയ്യുന്ന ആ പാത്രം ഇറക്കി വെച്ചിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്യാൻ. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ബീറ്റായി കിട്ടും. അപ്പോൾ ഞാൻ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 115 ml പാലെടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് വിപ്പിംഗ് പൗഡറാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 115 ml മിൽക്ക്, നല്ല തണുത്ത മിൽക്ക് വേണം കേട്ടോ. ആ മിൽക്ക് പാർന്നിട്ട് അതിലോട്ട് നമ്മുടെ ഈ പാക്കറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒരു 4-5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫസ്റ്റിലൊരു ലോ സ്പീഡിൽ പിന്നീട് ഹൈ സ്പീഡിലേക്ക് ആക്കിങ്ങാണ്ട് നമ്മൾ നന്നായിട്ട് ഒരേ ഡയറക്ഷനിൽ തന്നെ നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കണ്ടത് നന്നായിട്ട് അത് ആയിട്ടുണ്ട്. ഒട്ടും താഴോട്ട് പോകുന്നില്ല, നല്ല സ്റ്റിക്കി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ താഴോട്ട് പോകുന്നതാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഞാനിതാ അതിൻ്റെ ബ്ലേഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാണ്. അപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും മറ്റേ ഐസിങ് ഷുഗറും അതുപോലെ തന്നെ വാനില എസൻസും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ ക്രീം ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ഇത്രയേ ആക്കുന്നുള്ളൂ. നമുക്ക് ഇനിയിപ്പോൾ കേക്കൊക്കെ ചെയ്യുമ്പം നമ്മളെന്താ ഐസിങ് ഷുഗറും ഒക്കെ ചേർക്കുമല്ലോ. അപ്പോൾ ഇത് ഞാനിതാ ഒരു പേപ്പർ ബാഗിലോട്ട് ഇത് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ഒരു ഉഷാറ് കിട്ടും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.